മുഖവുരകൾ ഒന്നും വേണ്ടാത്തൊരു അതിഥി നമുക്കൊപ്പം ശ്രീ PC വിശ്വനാഥ് MLA. നമുക്ക് സ്നേഹത്തോടു കൂടി അദ്ദേഹത്തെ സ്വാഗതം ചെയ്യാം ഹലോ മലയാളത്തിലേക്ക്. നമസ്കാരം ശ്രീ PC വിശ്വനാഥ്, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്, നമസ്കാരം. ശ്രീ PC വിശ്വനാഥ്, ഇപ്പം ഈ തിരഞ്ഞെടുപ്പിലേക്ക് കേരളം കടന്നിട്ടുണ്ട്. എല്ലാ മുന്നണികളും തിരഞ്ഞെടുപ്പ് ചർച്ചകളിലേക്കും ഒക്കെയും കടന്നിട്ടുണ്ട്. പക്ഷേ കോൺഗ്രസ് ഇതാ ഒഫീഷ്യലി തിരഞ്ഞെടുപ്പിലേക്ക്, നിയമസഭാ തിരഞ്ഞെടുപ്പിലേക്ക് ഇതേ കടന്നിരിക്കുന്നു. ലക്ഷ്യ 2026 അവസാനിച്ചു. വലിയ ലക്ഷ്യങ്ങളാണ്. 2 ദിവസത്തെ ലക്ഷ്യ 2026 വളരെ സംഘടനാപരമായി ഞങ്ങൾക്ക് ആത്മവിശ്വാസം നൽകുന്ന ഒരു അനുഭവമായിരുന്നു. കേരളത്തിലെ കോൺഗ്രസ് പാർട്ടിയുടെ എല്ലാ മുതിർന്ന നേതാക്കന്മാരും മുഴുവൻ സമയവും പങ്കെടുത്ത ലക്ഷ്യ 2026 സംഘടനയുടെ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൻ്റെ വിജയത്തെ, ചരിത്ര വിജയത്തെ ആഴത്തിൽ അപഗ്രഥിച്ചു, വിലയിരുത്തി. ഈ തരംഗത്തിലും പരാജയപ്പെട്ട സ്ഥലങ്ങളെ സംബന്ധിച്ചുള്ള പഠനങ്ങളുണ്ടായി. നിയമസഭാ തെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ചിട്ടുള്ള മുന്നൊരുക്കങ്ങളുടെ വിലയിരുത്തലുണ്ടായി. SIR എന്ന് പറഞ്ഞ ഒരു പുതിയ വെല്ലുവിളി, അത് നേരിടുന്നതിന് വേണ്ടിയിട്ടുള്ള കർമ്മ പരിപാടികളെ സംബന്ധിച്ചിട്ടുള്ള ആലോചനയും ചർച്ചയും ഉണ്ടായി. അതെല്ലാം ജനകീയ സമരങ്ങൾ, ഗവൺമെൻറ്റിനെതിരായിട്ടുള്ള 2 സർക്കാരുകൾക്കും എതിരായിട്ടുള്ള ജനകീയ സമരങ്ങൾ, ആ സമരങ്ങൾ ഏതൊക്കെ ആകണം എന്നതിനെ സംബന്ധിച്ചിട്ടുള്ള ചർച്ചകളുണ്ടായി. എല്ലാ അർത്ഥത്തിലും നല്ല മുഴുവൻ നേതാക്കന്മാരും പൂർണ്ണസമയം പങ്കെടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിനെ താങ്കൾ ഇവിടെ സേതുലക്ഷ്മി സൂചിപ്പിച്ചതുപോലെ ഒഫീഷ്യലായി തന്നെ കോൺഗ്രസ് അതിലേക്ക് കടന്നു എന്ന് പറയുന്ന തരത്തിലേക്ക് ആ ക്യാമ്പിന് മുന്നോട്ട് പോയിട്ടുണ്ട്, അങ്ങനെ സമാപിച്ചിട്ടുമുണ്ട്. ഓക്കെ, ശ്രീ PC വിശ്വനാഥ്, ഇപ്പം നീണ്ട 24 വർഷങ്ങൾക്കു ശേഷം കോൺഗ്രസ് UDF 100 സീറ്റിലേക്ക് കടക്കുമെന്ന് പറയുകയാണ്. ഇതിപ്പം കോൺഗ്രസിന്റെ ആത്മവിശ്വാസം കൂടിയാണ്. കാരണം ഈ തദ്ദേശ തിരഞ്ഞെടുപ്പിന് മുന്നേ തന്നെ പ്രതിപക്ഷ നേതാവ് ശ്രീ VD സതീശൻ ഈ 100 സീറ്റ് എന്ന് പറഞ്ഞു തുടങ്ങിയതാണ്. പക്ഷേ ഈ തദ്ദേശ തിരഞ്ഞെടുപ്പ് ഫലം, പ്രത്യേകിച്ച് ഇപ്പോൾ മുന്നണിക്ക് നൽകിയിരിക്കുന്ന ആത്മവിശ്വാസം, അത് എത്രത്തോളം വലുതാണ് നിയമസഭയിലേക്ക് കടക്കുന്ന ഘട്ടത്തിൽ ശ്രീ PC വിശ്വനാഥ്? ലോക്കൽ ബോഡി ഇലക്ഷന് മുൻപ് തന്നെ UDFന് അനുകൂലമായ രാഷ്ട്രീയ സാഹചര്യം കേരളത്തിൽ ഉയർന്നു വന്നിരുന്നു. 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 18 സീറ്റുകളിൽ UDF ജയിച്ചപ്പോൾ ഒരു സീറ്റിൽ മാത്രമാണ് LDFന്, പ്രധാന എതിരാളിയായ LDFന് ജയിക്കാൻ കഴിഞ്ഞത്. ഒരു സീറ്റിൽ ജയിച്ചത് BJP ആണ്. അതിനുശേഷം നടന്ന നിയമസഭാ ഉപതെരഞ്ഞെടുപ്പുകളിൽ ഉജ്ജ്വലമായ വിജയം ഞങ്ങൾക്ക് നേടാൻ കഴിഞ്ഞു. പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിന് ശേഷമുള്ള ഉപതെരഞ്ഞെടുപ്പിൽ മാത്രമല്ല, അതിനുശേഷം LDFൻ്റെ MLA ആയിരുന്ന PV അൻവർ രാജിവെച്ച LDFൻ്റെ സിറ്റിംഗ് സീറ്റായ നിലമ്പൂരിൽ അൻവർ മത്സരിച്ചിട്ടും ഞങ്ങൾക്ക് ഉജ്ജ്വലമായ വിജയം കരസ്ഥമാക്കാൻ കഴിഞ്ഞു. അതിനുശേഷമാണ് ലോക്കൽ ബോഡി ഇലക്ഷൻ വന്നത്. ലോക്കൽ ബോഡി ഇലക്ഷനിൽ 2010 ലോക്കൽ ബോഡിയുടെ ചരിത്രത്തിലെ ഏറ്റവും വലിയ വിജയം കോൺഗ്രസിന് ഇതിനു മുമ്പ് കിട്ടിയിട്ടുള്ളത്, UDFന് കിട്ടിയിട്ടുള്ളത്. അതിനെ മറികടക്കുന്ന വിജയം എല്ലാ തലങ്ങളിലും, ജില്ലാ പഞ്ചായത്ത്, ഗ്രാമപഞ്ചായത്ത്, ബ്ലോക്ക് പഞ്ചായത്ത്, നഗരസഭകൾ, കോർപ്പറേഷനുകൾ, 4 കോർപ്പറേഷനിലും UDF ആണ് അധികാരത്തിലുള്ളത്. ആ നിലയിലേക്ക് ഒരു സമ്പൂർണ്ണ സമഗ്രാധിപത്യം, ജനങ്ങളുടെ പിന്തുണ നേടാൻ കഴിഞ്ഞു. അപ്പോൾ അതുകൊണ്ടാണ് ഞങ്ങൾ 100 സീറ്റ് കിട്ടുമെന്ന് പറയുന്നത്, അല്ലാതെ വെറുതെ പറയുന്നതല്ല. ഈ ഓരോ തെരഞ്ഞെടുപ്പിലും ഞങ്ങൾക്ക് അനുകൂലമായിട്ടുള്ള ജനവിധി ഉണ്ടാകുന്നു. ഗവൺമെൻറ് ഒരുപാട് ഗിമ്മിക്കുകൾ കാണിക്കുന്നു, കോൺക്ലേവുകൾ നടത്തുന്നു, തെരഞ്ഞെടുപ്പിന് തൊട്ട് മുൻപ് ക്ഷേമ പ്രഖ്യാപനങ്ങൾ നടത്തുന്നു. വിശ്വാസം നഷ്ടപ്പെട്ടു ജനങ്ങൾക്ക്. അതുകൊണ്ട് തന്നെ ഈ പ്രചാരണങ്ങൾക്കൊന്നും തന്നെ ജനങ്ങളെ സ്വാധീനിക്കാൻ കഴിയുന്നില്ല. അപ്പോൾ ആ ആത്മവിശ്വാസത്തിലാണ് 100-ലധികം സീറ്റുകൾ നേടുന്നു. അതിന് ആധികാരികതയുണ്ട്, അതിന് ഡേറ്റയുടെ. അങ്ങനെയാണെങ്കിൽ ഞാനൊരു കാര്യം ചോദിക്കട്ടെ. അതായത് ഇപ്പോൾ നമുക്ക് മുന്നിൽ 2008 ഒരു മണ്ഡല പുനർനിർണയം എന്നൊരു യാഥാർത്ഥ്യമുണ്ടല്ലോ. 2011 UDF സർക്കാരിൻ്റെ കാലത്ത് പോലും ഇവിടെ ശക്തമായൊരു പ്രതിപക്ഷമുണ്ടായിരുന്നു. അപ്പോൾ ഈ 100 സീറ്റ് എന്ന് പറയുന്നു, ഏറ്റവും കുറഞ്ഞത് 85 സീറ്റ് കിട്ടുമെന്ന് പറയുമ്പോൾ കോഴിക്കോട് കുറഞ്ഞ പക്ഷം ഒരു 5 സീറ്റെങ്കിലും വേണം. അപ്പോൾ ഈ മണ്ഡല പുനർനിർണയം എന്നൊരു യാഥാർത്ഥ്യം ഉൾക്കൊണ്ടുകൊണ്ട് തന്നെയാണോ ഇപ്പോഴത്തെ ലക്ഷ്യ 2026 വിലയിരുത്തൽ, ശ്രീ PC വിശ്വനാഥ്? ഇത് ശരിയായ ചോദ്യമാണ്, ശരിയായ സമയത്ത്. ഇതൊരു ധാരണ പരത്തുന്നുണ്ട്. അതായത് മണ്ഡല പുനർനിർണയത്തിന് ശേഷം LDFന് കേരളം വല്ലാതെ അനുകൂലമായി, അവർ പിന്നെ എളുപ്പത്തിൽ ജയിക്കുന്ന സീറ്റുകളുടെ എണ്ണം വളരെ കൂടുതലാണ് എന്നുള്ളതാണ്. അങ്ങനെ യഥാർത്ഥത്തിൽ ഈ ഞങ്ങൾക്കാണ് കേരളത്തിൽ ഏതാണ്ട് 50 സീറ്റിനടുത്ത്. ഞങ്ങൾക്ക് ഇപ്പോൾ ഞങ്ങളുടെ ഏറ്റവും മോശം
തെരഞ്ഞെടുപ്പ് റിസൾട്ടാണ് 2021 വന്നത്. ആ സമയത്ത് പോലും ഞങ്ങൾക്ക് ഈ പറയുന്ന സീറ്റുകൾ നമുക്ക് 40 സീറ്റ് ലഭിച്ചിട്ടുണ്ടായിരുന്നു. മണ്ഡല പുനർനിർണയം വന്നതിന് ശേഷം നടന്ന തെരഞ്ഞെടുപ്പുകളിൽ ഞങ്ങൾ വിജയിക്കാനുണ്ടായത് 2011. ഞങ്ങൾ പരാജയപ്പെട്ടിട്ടൊന്നുമില്ലല്ലോ. പക്ഷേ 2021 പ്രത്യേക സാഹചര്യം വന്നു. കോവിഡ് പോലെയുള്ള നമുക്ക് പ്രതീക്ഷിക്കാത്ത ചില ഈ സംഭവങ്ങളുണ്ടായതിൻ്റെ ഒരു തിരിച്ചടി ഞങ്ങൾക്ക് നേരിട്ടിട്ടുണ്ട്. ഇനി പുനർനിർണയത്തിൻ്റെ കാര്യത്തിലേക്ക് വന്നാൽ ഈ പഞ്ചായത്ത് ഇലക്ഷനാണല്ലോ ഞങ്ങൾക്ക് ഏറ്റവും കൂടിയ വിജയം കേരളത്തിലുണ്ടായത്. ഏറ്റവും അശാസ്ത്രീയമായ വാർഡ് വിഭജിച്ചത് ഇപ്പോഴല്ലേ? മാർക്സിസ്റ്റ് പാർട്ടിക്ക് അനുകൂലമായി തലങ്ങും വിലങ്ങും വാർഡുകൾ വെട്ടിമുറിച്ചില്ലേ? ജില്ലാ പഞ്ചായത്ത് ഡിവിഷനുകൾ വെട്ടിമുറിച്ചില്ലേ? ഗ്രാമപഞ്ചായത്ത് വാർഡുകൾ വെട്ടിമുറിച്ചില്ലേ? എന്നിട്ടും ഞങ്ങൾ 500-530 പഞ്ചായത്തുകൾ കേരളത്തിൽ ഒറ്റയ്ക്ക് UDF ഭരിക്കുകയല്ലേ? അപ്പോൾ ജനങ്ങളൊരു തീരുമാനം എടുത്തു കഴിഞ്ഞാൽ പിന്നെ പുനർനിർണയം അതിൻ്റെ രാഷ്ട്രീയത്തിലൊന്നൊരു കാര്യമില്ല. ഈ നിയമസഭാ മണ്ഡലങ്ങളിൽ തന്നെ ലോക്സഭയിൽ കിട്ടിയ കണ്ണൂർ പോലും നിങ്ങൾ നോക്കൂ. അങ്ങനെയാണെങ്കിൽ കണ്ണൂർ, ഇപ്പോൾ താങ്കൾ കോഴിക്കോടല്ലേ ഉദാഹരണമായിട്ട് പറഞ്ഞത്, കണ്ണൂർ ജില്ലയാണല്ലോ CPM-ന് കേരളത്തിൽ ഏറ്റവും ശക്തിയുള്ള ജില്ല. 1,10,000 വോട്ടിനല്ലേ കെ സുധാകരൻ അവിടെ ജയിച്ചത്? 1,00,000 വോട്ടിനല്ലേ രാജ്മോഹൻ ഉണ്ണിത്താൻ ജയിച്ചത്? അപ്പോൾ ഒരു തരംഗം വന്നു കഴിഞ്ഞാൽ പിന്നെ പുനർനിർണയവും മണ്ഡലവും ഒന്നും ബാധകമല്ല. ജനങ്ങളൊരു തീരുമാനം എടുത്തു കഴിഞ്ഞാൽ അതിലെല്ലാ ജനങ്ങളും വോട്ട് ചെയ്യും. ശ്രീ PC, അപ്പോൾ ഈ ലക്ഷ്യ 2026 മറ്റു കാര്യങ്ങളിൽ ഈ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്കെതിരായ സമരങ്ങൾ, രാഹുൽ ഗാന്ധി വരുന്നു എന്നിവയൊക്കെയാണ്. അപ്പോൾ ഈ സമരങ്ങളൊക്കെ ഇനി അതിൻ്റെയൊക്കെ ക്രമീകരണങ്ങളൊക്കെ എങ്ങനെയാണ് ശ്രീ PC വിശ്വനാഥ്? രാഹുൽ ഗാന്ധി എപ്പോഴേക്ക് എത്തും? 2 രൂപത്തിലാണ് ഈ കാര്യങ്ങളെ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഒന്ന്, സംഘടനാ ശാക്തീകരണം. ബൂത്ത് കമ്മിറ്റികൾ പുനഃസംഘടിപ്പിക്കേണ്ട സ്ഥലങ്ങളിൽ അത് പുനഃസംഘടിപ്പിക്കുക, സംഘടനയുടെ ശാക്തീകരണം ഒരു വശത്ത്. മറുവശത്ത് ജനകീയ സമരങ്ങൾ ഏറ്റെടുക്കുക. ഇപ്പോൾ ഇന്ത്യയിലെ കോൺഗ്രസ് ഗവൺമെൻറ്, UPA ഗവൺമെൻറ് കൊണ്ടുവന്ന ലോകത്തെ ഏറ്റവും വലിയ ബൃഹത്തായ ദാരിദ്ര്യ നിർമ്മാർജ്ജന പദ്ധതിയാണ് മഹാത്മാഗാന്ധി ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി. അതിൽ നിന്നും മഹാത്മാഗാന്ധിയെ മാറ്റി തൊഴിലും മാറ്റി. അങ്ങനെയാണ് പാർലമെൻറ്റ് പുതിയ ബില്ല് കൊണ്ടുവന്നിരിക്കുന്നത്. അതിനെതിരായിട്ടുള്ള ഞങ്ങളുടെ സമരം ഈ മാസം ജനുവരി 13, 14 തിരുവനന്തപുരത്ത് നടക്കുകയാണ്. അത് വലിയ ജനകീയ പ്രക്ഷോഭമാണ് ഞങ്ങൾ ആസൂത്രണം ചെയ്യുന്നത്. തൊഴിലുറപ്പ് തൊഴിലാളികളടക്കം പങ്കെടുക്കുന്ന വലിയ സമരം. ഈ 20, 23 തീയതികൾ, 20-ാം തീയതി നിയമസഭ ചേരുന്ന ദിവസം കേരളം കണ്ട ഏറ്റവും വലിയ കൊള്ളയായ സ്വർണ്ണക്കൊള്ള, ആ സ്വർണ്ണക്കൊള്ളയിലെ യഥാർത്ഥ പ്രതികളിലേക്ക് ഇതുവരെ എത്തിയിട്ടില്ല. ആ പ്രതികളെ മുഴുവൻ നിയമത്തിൻ്റെ മുന്നിൽ കൊണ്ടുവരണം എന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് നിയമസഭയിലേക്ക് 20-ാം തീയതി മാർച്ച്, 23-ാം തീയതി കേരളത്തിലെ എല്ലാ അവശേഷിക്കുന്ന 13 ജില്ലാ കളക്ട്രേറ്റുകളിലേക്കും 23-ാം തീയതി ഈ ആവശ്യം ഉന്നയിച്ചുകൊണ്ടുള്ള സമരം. 19-ാം തീയതി കൊച്ചിയിൽ മഹാപഞ്ചായത്ത്. കേരളത്തിലെ കോൺഗ്രസ്സിന് മാത്രം 8000-ന് മുകളിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ ജനപ്രതിനിധികൾ കോൺഗ്രസ്സിന് മാത്രമുണ്ട്. UDF-ലെ മുസ്ലിം ലീഗും കേരള കോൺഗ്രസും RSP അടക്കമുള്ള മറ്റ് ഘടകകക്ഷികൾക്കുള്ള ജനപ്രതിനിധികൾ ഇത് കൂട്ടാതെയാണ്. കോൺഗ്രസ്സിന് മാത്രം 8000-ന് മുകളിൽ ജനപ്രതിനിധികൾ കേരളത്തിലുണ്ട്. ആ ജനപ്രതിനിധികളുടെ മഹാപഞ്ചായത്ത് എറണാകുളത്ത് നടക്കുമ്പോൾ ഈ ജനുവരി 19-ന് അത് ഉദ്ഘാടനം ചെയ്യാൻ ബഹുമാനായ ശ്രീ രാഹുൽ ഗാന്ധിയും എത്തും. അപ്പോൾ ഈ നിലയിലുള്ള ഒരു വശത്ത് സംഘടനാ ശാക്തീകരണ പ്രവർത്തനങ്ങൾ, മറുവശത്ത് ജനകീയ സമരങ്ങൾ, തെരഞ്ഞെടുപ്പ് വിജയത്തിൻ്റെ ആത്മവിശ്വാസത്തെ നിലനിർത്തുന്ന സമ്മേളനങ്ങൾ, ഇതെല്ലാം ഈ മാസം തന്നെ ഞങ്ങൾ സംഘടിപ്പിക്കുന്നുണ്ട്. ഓക്കെ, ശ്രീ PC, ഈ മന്ത്രിയെ താഴെയിറക്കിയ മത്സരമായിരുന്നു കഴിഞ്ഞ വട്ടം കുണ്ടറയിൽ. അപ്പോൾ ഇക്കുറിയും കുണ്ടറയിൽ അങ്ങ് തന്നെ മത്സരിക്കുമോ? ഞാൻ മത്സരിക്കുമെങ്കിൽ കുണ്ടറയിൽ തന്നെ മാത്രമായിരിക്കും മത്സരിക്കുക. എൻ്റെ പാർട്ടി നേതൃത്വത്തിനോട് ആ ആഗ്രഹം അറിയിച്ചിട്ടുണ്ട്. എനിക്ക് കഴിഞ്ഞ തവണ കുണ്ടറയിലെ ജനങ്ങൾ നൽകിയ ഒരു വിശ്വാസമുണ്ട്. ആ വിശ്വാസത്തിൽ അവരോടൊപ്പം തന്നെ നിൽക്കാനാണ് ആഗ്രഹിക്കുന്നത്. തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുകയാണെങ്കിൽ കുണ്ടറയിൽ തന്നെ മത്സരിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് എന്ന് പാർട്ടിയുടെ നേതൃത്വത്തെ അറിയിച്ചിട്ടുണ്ട്. ഓക്കെ, റൈറ്റ്. ശ്രീ PC വിശ്വനാഥ്, ഇപ്പം ഇനി പുനർജനി കേസുമായി ബന്ധപ്പെട്ട് ഞാൻ ഒരു ചോദ്യം കൂടി ചോദിക്കണം. ഇപ്പം പുനർജനി പദ്ധതിയുമായി ബന്ധപ്പെട്ട് CBI അന്വേഷണത്തിന് ഈ മാസം അവസാനം ഒരു തീരുമാനമാകുമെന്നാണ് സർക്കാർ പറയുന്നത്. അപ്പം ഇത് അങ്ങയുടെ വിലയിരുത്തൽ എന്താണ്? ഇതൊരു ഇലക്ഷൻ സ്റ്റണ്ട് ആണോ? ഇതിൽ എന്തെങ്കിലും കാര്യമുള്ളതായിട്ട് തോന്നുന്നുണ്ടോ? ഗവൺമെൻറ്റിനെ ഉപദേശിക്കുന്ന ആളുകളെ അടിയന്തരമായി
മാറ്റുന്നതായിരിക്കും അവർക്ക് നല്ലതെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഈ തെരഞ്ഞെടുപ്പിൻ്റെ പടിവാതിക്കൽ ഒരിക്കൽ അവരന്വേഷിച്ച് കഴമ്പില്ലെന്ന് അവർ കണ്ടെത്തിയ ഒരു ആരോപണം പ്രതിപക്ഷ നേതാവിനെതിരെ ഈ തെരഞ്ഞെടുപ്പിൻ്റെ പടിവാതിൽക്കൽ എത്തി നിൽക്കുമ്പോൾ വീണ്ടും അത് അന്വേഷിക്കാൻ ഒരു കേന്ദ്ര ഏജൻസിയോട് ആവശ്യപ്പെടാൻ സർക്കാർ തയ്യാറാകുന്നുണ്ടെങ്കിൽ അത് കേരളത്തിലെ ജനങ്ങൾക്ക് അതിന് കാരണം മനസ്സിലാകും. ഇത് തെരഞ്ഞെടുപ്പിൻ്റെ മുമ്പിലുള്ള ഒരു വഴിതിരിച്ചു വിടൽ തന്ത്രമാണ്. ഗവൺമെൻറ് അകപ്പെട്ടിരിക്കുന്ന പ്രതിസന്ധികളിൽ നിന്നും ജനശ്രദ്ധ മാറ്റാനുള്ള ഒരു ഗൂഢപദ്ധതിയാണ്. ഇതൊക്കെ മുൻ മുഖ്യമന്ത്രിയായിരുന്ന സഖാവ് VS അച്യുതാനന്ദൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ അരി ആഹാരം കഴിക്കുന്ന ആർക്കും മനസ്സിലാകും. അതുകൊണ്ട് ഇതൊന്നും ഒരു ഗുണവും കിട്ടാൻ പോകുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഗവൺമെൻറ്റിനെ ഇത്തരം കാര്യങ്ങളിൽ ഉപദേശിക്കുന്ന ആളുകളെ ഒന്ന് മാറ്റിയാൽ ഗവൺമെൻറ്റിന് അത്രയും നല്ലത്. അല്ലെങ്കിൽ ഇങ്ങനത്തെ ഉപദേശം സ്വീകരിച്ചിട്ടാണ് സർക്കാർ മുന്നോട്ട് പോകുന്നതെങ്കിൽ ഇപ്പോൾ പഞ്ചായത്ത് ഇലക്ഷൻ ലഭിച്ചതിനേക്കാൾ വലിയ തിരിച്ചടി നിയമസഭാ ഇലക്ഷൻ അവർക്ക് കിട്ടും. ഓക്കെ, ശ്രീ PC വിശ്വനാഥ്, അപ്പം ഒരുപാട് സന്തോഷം ഞങ്ങൾക്കൊപ്പം ജോയിൻ ചെയ്തതിന് ഇത്രയും സമയം പങ്കുവച്ചതിനും. അങ്ങേക്ക് നല്ലൊരു ദിവസം ആശംസിക്കുന്നു. പിന്നെ മാത്രമല്ല, അതേ തിരഞ്ഞെടുപ്പ് വരാൻ പോവാണ്. എല്ലാവിധ ആശംസകളും. ഞങ്ങളുടെ ലക്ഷ്യ 2026 പിന്നെ ന്യൂസ് മലയാളത്തിൻ്റെ ഭാഗത്തുനിന്ന് നല്ല പിന്തുണയാണ് അവിടെ നടന്ന കാര്യങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയിട്ട് ലഭിച്ചത്. അതിനുള്ള പ്രത്യേകമായ നന്ദി കൂടി ഈ അവസരത്തിൽ അറിയിക്കുന്നു. നന്ദി. താങ്ക് യു സോ മച്ച്. താങ്ക് യു. താങ്ക് യു അല്ലേ. ശരി.